ഹായ് പ്രിയപ്പെട്ട കലന്റെ കഷ്ണൻ, ഇതാണ് നമ്മുടെ റഫീഖാക്ക. മൂപ്പര വീട് പുല്ലിശ്ശേരിയാണ്. 35 വർഷമായിട്ട് സിനിമാ തിയേറ്ററിൽ നിന്ന് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ച പോയിട്ട് സിനിമ കാണുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതായത് മലയാള സിനിമന്റെ ഫുള്ള് ഇതിൽ തെറ്റി വരെ മൂപ്പരോട് ചോദിച്ചു തരാം. പഴയ മമ്മൂട്ടിയുടെ വടക്കം വീരേന്ദ്ര സിനിമയുടെ ഛായാഗ്രഹണം ആലോചിച്ചാൽ മൂപ്പർ പറയും. അങ്ങനെ ഫുള്ള് സിനിമ കലക്കി കുറിച്ചൊരു മനുഷ്യനാണ്. സിനിമയിൽ അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ മൂപ്പരിപ്പോൾ വിലായത്തുദ്ദീന്റെ സിനിമ കണ്ടിട്ട് വരാണ്. അപ്പോൾ ആ സിനിമയെ കുറിച്ച് എന്താ മൂപ്പര അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. തിലകം കൊള്ളാം, പൃഥ്വിരാജ് കൊള്ളാം. പക്ഷെ കുറേ വലിച്ചു നീട്ടുണ്ട്. ഒരു 2.25 മണിക്കൂറിൽ ഒതുക്കേണ്ട സിനിമ ഒരു 45 മിനിറ്റ് വലിച്ചു നീട്ടി. അതൊക്കെ തന്നെയാണ് അതിൽ വരുന്ന പോരായ്മ. പൃഥ്വിരാജ് അടുത്ത സൂപ്പർ സ്റ്റാർ ആവുമോ? അയാളിപ്പോ സൂപ്പർ സ്റ്റാർ തന്നെ അല്ലേ? അല്ല, പുഷ്പന ഭാവിയിൽ മലയാളികളുടെ എന്താ അല്ലു അർജുന എന്നൊക്കെ പറയുന്നത്. പുഷ്പ എവിടെ കിടക്കണു, ഇതെവിടെ കിടക്കണു? പുഷ്പ അവിടേക്കൊന്നും ഇയാളെത്തൂല. പുഷ്പ ഒരു ഇന്റർനാഷണൽ ഇതല്ലേ, നാഷണൽ അവാർഡ് കിട്ടിയ പടമല്ലേ പുഷ്പ. അതുപോലെ ഇപ്പൊ ഇത് പറ്റൂല. അപ്പൊ കേരളക്കാരുടെ അല്ലു അർജുന അല്ല പൃഥ്വിരാജ്? അല്ല, ആരേ പറഞ്ഞേ? അല്ലേ, പൃഥ്വിരാജ് എവിടെ? തെലുങ്ക് നാടൻ പുഷ്പ എവിടെ? അത് 2000 കോടി കൂടിയ പടമില്ലേ. ഇതിപ്പോ ഒരു 10 കോടി കൂടി കഷ്ടി കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ കിടക്കുന്നു. ഇതിന്റെ കഥ അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അത് കണ്ടുകൊണ്ടിരിക്കാം. കുറെ വലിച്ചിട്ടുണ്ട്. ഒരു 40-45 മിനിറ്റ് വേസ്റ്റ് ആണ്. എല്ലാരും ഈ അഭിപ്രായം തന്നെ പറയുന്നത്. എല്ലാരും ഫേസ്ബുക്ക് ഈ പടത്തിന്റെ പോസ്റ്റിൽ കമന്റ് ഇതുപോലെ അഭിപ്രായമാണ്. ആരും സൂപ്പർ ഹിറ്റ് പടം എന്ന് പറയുന്നില്ല.